വൈകുണ്ഠ ഏകാദശി, പൗഷപുത്രാദ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി. വിഷ്ണു സാന്നിധ്യം തൊട്ടറിയുന്ന വൈകുണ്ഠ ഏകാദശി. ഈ ഏകാദശിക്ക് നാമങ്ങളേറെയാണ്. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശിക്കുള്ളത്. ഈ വർഷം 2025 ജനുവരി 10 വെള്ളിയാഴ്ച, മലയാള മാസം ധനു 26-ാം തീയതിയും അതേപോലെ ഹിന്ദുമാസമായ പൗഷമാസം അതായത് മാർഗഴി മാസം, ഈ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന അതായത് വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി, പുത്രദ ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്ന ഏകാദശി വരുന്നത്. കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് ഐതിഹ്യം. അതേപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്ന അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചതും ഈ ദിവസമാണെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗവാതിൽ ഏകാദശി ഗീതാ ജയന്തി ദിനമായും ആഘോഷിക്കപ്പെടുന്നു. ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിൽ സ്വർഗവാതിൽ ഏകാദശി ദിവസം വളരെ പ്രധാനമായാണ് ആചരിക്കുന്നത്. വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭ്യമാകുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം. പൂർണ്ണ മനസ്സോടെയും നിഷ്ഠയോടെയും ഏകാഗ്രതയോടെയും സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അവരുടെ ഗതി കിട്ടാതെയുള്ള പിതൃക്കൾക്കും പൂർണ്ണ ഫലം കൈവരുമെന്നാണ് വിശ്വാസം. ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കരുത്. അതേപോലെ പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതേപോലെ കഴുകി വൃത്തിയാക്കിയ വസ്ത്രം മാത്രം ധരിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരോ അരിയോ തുളസിയിലയോ ഇട്ട തീർത്ഥം സേവിച്ചുകൊണ്ട് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇതിന് പാരണ വീട്ടുക എന്നാണ് പറയുന്നത്. പാരണ ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിക്കുക. ഭോക്ഷ്യാഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുതാ. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാൻ പോവുന്നു, അങ്ങനെക്ക് ശരണമായി ഭവിക്കണമേ. വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. കൃഷ്ണസാന്നിധ്യം തൊട്ടനുഭവിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. അതേപോലെ ഏകാദശി നാളിൽ ഒരിക്കലും തുളസി പറിക്കരുത്. അന്നേ ദിവസം തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ കൂടുതൽ തുളസി മന്ത്രങ്ങൾ ജപിക്കുക. എല്ലാവർക്കും ഏകാദശി എടുക്കുവാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം.